കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വൈക്കം ബീച്ചിലെത്തിയത് ഈ കൗതുക കാഴ്ചകളുമായാണ്. ലോകോത്തര ബ്രാൻഡുകളെ വെല്ലുന്ന ഫീച്ചറുകളുള്ള റിമോട്ട് കൺട്രോൾ വാഹനങ്ങളുടെ പ്രദർശനവും അഭ്യാസ പ്രകടനവും വൈക്കം ബീച്ചിൽ വൻ ശ്രദ്ധ പിടിച്ചുപറ്റി. വെള്ളത്തിലൂടെ ചീറിപ്പായുകയും ഓഫ് റോഡ് ട്രാക്കുകളിൽ തടസ്സങ്ങൾ മറികടന്ന് ശ്രദ്ധയോടെ നീങ്ങുകയും ചെയ്ത കുഞ്ഞൻ വാഹനങ്ങൾ വലിയ മികവാണ് പുലർത്തിയത്. കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു RC കാർ സംഗമം സംഘടിപ്പിക്കുന്നത്. ക്ലബ് 05 കോട്ടയമാണ് ഈ വ്യത്യസ്തമായ പരിപാടിക്ക് പിന്നിൽ. ഒറിജിനൽ കാറുകളെ വെല്ലുന്ന സാങ്കേതിക വിദ്യയുള്ള ഈ RC കാറുകളുടെ വില കേട്ടാൽ ആരും ഞെട്ടും. 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന വാഹനങ്ങളാണ് പ്രദർശനത്തിനെത്തിയത്. മണിക്കൂറുകളോളം ഓടി മൂന്നാറിലെത്തി റെക്കോർഡ് നേടിയ കരുത്തനായ വാഹനം ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. പ്രശസ്ത ഗാനരചയിതാവ് അജീഷ് ദാസനാണ് വൈക്കം ബീച്ചിൽ അണിനിരുന്ന 100ഓളം വാഹനങ്ങളുടെ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തത്. RC ക്ലബ് ഭാരവാഹികളായ ജിതിൻ, നന്ദകിഷോർ RP, PM പ്രറ്റി, ശോഭിൻ, അമൽ എന്നിവരാണ് വൈക്കത്തെ വിജയകരമായ സംഗമത്തിന് നേതൃത്വം നൽകിയത്. മദ്യവും മയക്കുമരുന്നും പുതുതലമുറയെ വഴിതെറ്റിക്കുമ്പോൾ ഈ RC കാർ കമ്പം യുവാക്കൾക്ക് മികച്ചൊരു വിനോദവും പോസിറ്റീവ് ലഹരിയുമാണെന്ന് ക്ലബ് അംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു. ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശമുയർത്തി ക്ലബ് 05 കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ ഈ കുഞ്ഞൻ കാറുകളുമായി ഒരു കന്യാകുമാരി യാത്രയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഈ നിമിഷത്തിലെ ക്ലബ് 05, അതായത് കോട്ടയത്ത് ഇങ്ങനൊരു സംഭവം ലോകം മുഴുവനും ഈ കണ്ടില്ലേ. നമ്മൾ ഈ ഇത്തിരി കുഞ്ഞൻ കാറുകളാണെങ്കിലും ഇത് ഏറ്റവും വലിയ കാറുകൾ, നമ്മൾ ഓഫ് റോഡ് എല്ലാം വളരെ മനോഹരമായിട്ട് പായുന്ന കാറുകളാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ കുട്ടികളും വലിയ ആളുകളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കിയെന്നാണ് എനിക്കിപ്പോൾ തോന്നണത്. അല്ലേ കുട്ടികൾ, എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും അവനുണ്ടല്ലേ, അവനും ഇവർ തമ്മിലൊരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെ ഒരൊറ്റ ഇതിലായി. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം. ഈ നിമിഷത്തിൽ ഇനിയും ഒരുപാട് വലിയ ഉയരങ്ങളിലെത്തട്ടെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഫോണും പിടിച്ച് മുറിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൽ നിന്നും മാറി നമുക്ക് ഈ സ്ട്രെസ് റിലീഫാവും. ചില ആൾക്ക് എപ്പോഴും എല്ലാവരും ഫോൺ അഡിക്റ്റാണ്. എല്ലാ ആൾക്കാരും, പിള്ളേരാണല്ലോ എല്ലാവരും അങ്ങനെ അഡിക്റ്റായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ ഇപ്പം ലഹരിക്കും കാര്യങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് പോകും. പക്ഷേ അതിൽ നിന്ന് ഞങ്ങളെപ്പോലെ കുറേ ഞങ്ങളൊരു ചെറുപ്പക്കാർ ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി ഞങ്ങളിതൊരു ബിൽഡ് ചെയ്ത് പാഷനായിട്ട് ഓടിക്കുകയും അതിന് നമ്മുടെ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ നമ്മൾ ഇത് ക്യാമ്പയിൻ്റെ സെയിം അജണ്ട തന്നെയാണ്. ലഹരിക്കെതിരെയായി ഒരു പാഠം തന്നെ നമുക്ക് ലഹരിക്കെതിരെയായിട്ട് നമ്മൾ അതിനു വേണ്ടി കൂടി തന്നെ നമ്മൾ ചെയ്യുന്നൊരു പ്രോഗ്രാം കൂടാണ്. ഇത് മെയിൻലി നമ്മുടെ ഒരു പാഷനും ഹോബിയാണ് ശരിക്കും പറഞ്ഞാൽ RC കാർ എന്നുള്ളത്. ഞാൻ മുതൽ ഇവിടെ ഇരിക്കുന്ന 10 വയസ്സുള്ള കുട്ടി വരെ ഇതിനകത്ത് ഒരേ ക്രൈസോട് കൂടി ഇതിൻ്റെ അകത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റു പല ലഹരികളുടെയും പുറകെ പോവുകയാണ് ആളുകൾ. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികൾ അങ്ങനെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് കളിക്കളങ്ങളില്ലാതെ വരുമ്പോൾ അവർ മൊബൈലിലേക്കും പിന്നീട് ഏതെങ്കിലും മൂലകളിലേക്ക് ഒതുങ്ങി പിന്നീട് അത് അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റായ ലഹരിയിലേക്ക് മാറി വഴിതിരിഞ്ഞ് പോകുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരം പ്രോഗ്രാമുകളും ഇത്തരം RC കാറിൻ്റെ ക്രൗളിംഗ് എല്ലാം അവർക്കൊരു പുതിയ ലഹരി പകർന്നു നൽകുകയാണ്. അതോടുകൂടി അവർ കായിക ലോകത്തേക്കും അതുപോലെ തന്നെ വാഹനങ്ങളുടെ ലോകത്തേക്കും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും അതിൻ്റെ മെക്കാനിസം പഠിക്കുന്നതിനും അതിൻ്റെ റൈസിങ് പഠിക്കുന്നതിനും എല്ലാത്തിനും വേണ്ടി പുതിയ തലമുറ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ സമയം ഇതിലേക്ക് ചെലവഴിക്കപ്പെടുമ്പോൾ മറ്റ് തെറ്റായ ചിന്തകളിലേക്ക് പോകുന്നതിന് തടയിടാൻ കഴിയുന്ന ഒന്നാണെന്നുള്ളത് കൊണ്ടാണ് വൈക്കത്ത് ഇത്തരത്തിലൊരു പരിപാടി, ഇതിൻ്റെ ഒരു മീറ്റപ്പ്, ഇതിൻ്റെ ഒരു പ്രദർശനവും ഒരു ഷോയും വെക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്.